BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർണ്ണമായും സ്തംഭിച്ചെന്ന് ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കേസിന്റെ മേൽനോട്ടം കോടതി വഹിക്കുന്നതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണെന്നും തീരുമാനമെടുക്കാൻ സർക്കാരിന് കൂടുതൽ അധികാരം വേണമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോടതിയോട് യാതൊരുവിധ ബഹുമാനക്കുറവില്ലെന്നും കോടതിയുമായി ഏറ്റുമുട്ടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടായാൽ അത് തിരുത്താനുള്ള പൂർണ്ണ അധികാരം കോടതിക്കുണ്ട്. നിലവിൽ SIT അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യമാണുള്ളത്. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനായതിനാൽ അന്വേഷണ പുരോഗതി വിലയിരുത്താനോ ഇടപെടാനോ സർക്കാരിന് പരിമിതികളുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന് കൂടുതൽ അധികാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമലയിലെ താഴ്മൺ മഠം തന്ത്രി സംശയത്തിന്റെ നിലയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ ആരോപിച്ചു. തന്നെ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം മകനെ നിയമിക്കണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാതെ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്തത്. ബോർഡിന്റെ ഈ നിലപാട് ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനുണ്ട്. അത് ഉപയോഗിക്കാതെ എല്ലാ കാര്യങ്ങളും കോടതിയിലേക്ക് വിടുന്നത് ശരിയായ പ്രവണതയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രി VD സതീഷിനെ സന്ദർശിച്ച സംഭവത്തിലും മന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീഷിനെ ആർക്ക് വേണമെങ്കിലും പോയി കാണാം. അതിൽ യാതൊരു തെറ്റുമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. എന്നാൽ അത്തരം സംഘടനകളുടെ പരിപാടികൾ പങ്കെടുക്കുന്നതാണ് തെറ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ കർശന നടപടിയുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.